സക്സസ് ഈസ് നോട്ട് എ സഡൻ ഇവൻറ്റ്. വിജയം പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. ഇപ്പോൾ സക്സസിനെ കുറിച്ച്, വിജയത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ നടുംതൂണ് ക്രിസ്തു നമ്മുടെ മൂലക്കല്ലായി നിൽക്കുന്നതാണെന്ന് ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം പറഞ്ഞു നമ്മൾ ക്രിസ്തുവിലുള്ള ഉറപ്പ് വരുമ്പോൾ നമുക്ക് ഭവനം പണിയാനുള്ള ബലം വരും. പുത്രത്വത്തിൻ്റെ അവകാശമാണ് എൻ്റെ ഫൗണ്ടേഷൻ. ക്രിസ്തുവിലായ നമുക്ക് ഒരു ദൃഢത, നമുക്കൊരു കൺസിസ്റ്റൻ്റ് ക്യാരക്ടർ നമുക്ക് ദൈവം തരും. അപ്പം ഇത് ഒരു ദിവസം കൊണ്ടല്ലേ, ഒരേ കാര്യം പല ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് 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 അതിന് എക്സ്പേർട്ടാകും. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ അപ്പം നമുക്ക് സിമ്പിളായിട്ട് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ചോറുണ്ടാക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളക്കാർക്ക് ചോറുണ്ടാക്കാൻ ഒരു പാടുമില്ല. അപ്പം എനിക്കൊക്കെ നമ്മുടെ മനസ്സുകൊണ്ട് ചോറുണ്ടാക്കുന്നത് പറയുമ്പോൾ മനസ്സുകൊണ്ട് കണ്ടു കഴിഞ്ഞു ചോറെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ പോയി ചെയ്തെടുക്കും. അത് ഏതൊരു കാര്യം അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളധികം ചോറ് കഴിക്കത്തില്ല. അപ്പം അവർക്ക് ചോറുണ്ടാകാൻ അറിഞ്ഞുകൂടാ. അത് എളുപ്പമാണ് വെള്ളത്തിന്. പക്ഷേ അവർക്ക് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള റൈസ് അരി അല്ലെങ്കിൽ ചോറ് പാക്കറ്റിൽ കിട്ടും. അത് ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ പൊക്കി എടുക്കുമ്പോൾ അത് ചോറായിട്ട് മാറും. ഒരുപാടുമില്ല, അതെടുത്തിട്ട് അവർ കഴിക്കുന്നതാണ്. അപ്പം നമുക്കത് മനസ്സിലാകത്തില്ല. കാരണം അവരോട് ചോറുണ്ടാക്കാൻ പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് അവർ ചെയ്ത് ചെയ്ത് പരിചയമില്ല. എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ രീതിയാകുമ്പം പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ ആവശ്യത്തിനുള്ള ചോറുണ്ടാക്കി വെക്കുക, അതെടുത്ത് നമ്മൾ കഴിക്കുക ചെയ്യുന്നത്. അപ്പം ഇത് ഏതൊരു ക്യാരക്ടറും നമ്മളിൽ വരണമെങ്കിൽ അത് ചെയ്ത് 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 തഴമ്പിക്കുക എന്ന് പറയും. അത് വലുതോ ചെറുതോ എന്നല്ല, ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ കൺസിസ്റ്റൻറ്റ് ക്യാരക്ടർ, സ്ഥിരമായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടാകണം. It is the result of small faithful steps taking daily even when no one is watching. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ അന്നെന്നുള്ളത് ആരും കാണാത്തപ്പോഴും വിശ്വസ്തയോട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ എക്സ്പേർട്ടാകാൻ സാധിക്കും. പലപ്പോഴും ഈ പുറത്ത് വന്ന് നമ്മളിപ്പോൾ ഒളിമ്പിക്സിന് അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന്, ഇതിനൊക്കെ നമ്മൾ ഒളിമ്പിക്സിൽ പോകുന്ന പിള്ളേർ അവർ ജയിക്കുന്നതിൻ്റെ കാരണം പുറകിൽ എത്രയോ മാസങ്ങൾ, വർഷങ്ങളുള്ള പ്രയത്നം കൺസിസ്റ്റൻ്റായിട്ട് സ്ഥിരതയോടുകൂടി ചെയ്ത് അങ്ങനെയാണ് അവർ ജയിക്കുന്നത്. പരീക്ഷയിൽ ഫസ്റ്റ് വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങൾ പല പ്രാവശ്യം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ നോക്കിക്കണ്ട് ഇപ്പം നമ്മൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ടീച്ചർ കുഞ്ഞുങ്ങളെ ശരിയായിട്ട് പഠിക്കും. ഡോക്ടർ ഒരു സർജറി ആണെങ്കിൽ പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിന് നല്ല തഴക്കം വരുമ്പം പിന്നെ അവർക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ഈ വിജയമെന്ന് പറയുന്നത് ഒരു കാര്യം വ്യക്തമായിട്ടും അത് ഭംഗിയായിട്ടും തെറ്റുകൂടാതെ ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ ഉയർന്നു വരുമ്പം എനിക്കൊരു കോൺഫിഡൻസ് വരും, എനിക്കത് ചെയ്യാൻ സാധിക്കും. അല്ലാത്തവർക്കത് ചെയ്യാനൊക്കത്തില്ല. ചെറുത് കാര്യങ്ങളിൽ പോലും ഇറ്റ് ഈസ് ദ ഡിസിപ്ലിൻ ടു ഷോ എഗെയിൻ ആൻഡ് എഗെയിൻ എവറി ഡേ, നോ മാറ്റർ വാട്ട്. ശരിയല്ലേ? അതായത് നമ്മളെ തന്നെ ചിട്ടയുള്ളവരാക്കുകയാണ്. ഇപ്പം നമ്മൾ ഐ റിമെമ്പർ സൗദി അറാംകോയിലായിരുന്നപ്പോൾ ചൊവ്വാഴ്ച തോറും നമുക്ക് ബൈബിൾ സ്റ്റഡി ക്ലാസ്സാണ്. അന്ന് അമേരിക്കൻസ് ആണ് വളരെ കുറച്ച്, ഞങ്ങൾ 2 പേരെ ഇന്ത്യൻസൊക്കെ ഉള്ളു. ഇവിടെ അമേരിക്കൻ കോമ്പൗണ്ടാണ് അറാംകോ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ബൈബിൾ ക്ലാസ്. ചൊവ്വാഴ്ച പോകുമ്പോൾ അവരും നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല. അവർ ചിലപ്പോൾ നമ്മളെ നോക്കിയെന്നിരിക്കും, ചിലപ്പോൾ നോക്കിയില്ലെന്നിരിക്കും. പക്ഷെ നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയും പോകുമ്പോൾ ഞാൻ ഒരു കാര്യം ദൈവത്തോട് പറയും, ഞാൻ അവരെ ആരും കാണാനല്ലല്ലോ പോകുന്നത്, ഞാൻ പോകുന്നത് നിന്നെക്കാണ്, നിൻ്റെ വചനം പഠിക്കാൻ വേണ്ടി. അത് തറോ പഠിപ്പീരാണ്. അപ്പോൾ നമ്മളവിടെ പോകുന്നെന്നുള്ള ഉറപ്പ് വന്നാൽ എവറി ട്യൂസ്ഡേ അവർ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ ചെന്നു. വേറെ സിമ്പിൾ എക്സാമ്പിൾ, ചില സ്ത്രീകൾ വിധവമാരായിട്ടുള്ളവർ ഞായറാഴ്ച തോറും അച്ഛൻ വരുന്നതിന് മുമ്പേ പള്ളി വന്നിരിക്കും. എന്താ? കൺസിസ്റ്റൻറ്റ് ക്യാരക്ടറാണ്. അവർക്ക് ആകെ ആശ്രയം ദൈവമാണ്. പക്ഷെ ആ ഒരൊറ്റ ക്യാരക്ടറിൽ ദൈവം ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കൺസിസ്റ്റൻസി, അത് സ്ഥിരമായിട്ടുള്ളൊരു സ്വഭാവം എനിക്കുണ്ടാകുമ്പോൾ ദൈവം മറ്റുള്ളവരത് നോട്ട് ചെയ്യും. ആദ്യമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. വി ഓൾ വോണ്ട് ക്വിക്ക് സക്സസ്. എനിത്തിങ് വിത്ത് ഫൗണ്ടേഷൻ വിൽ നോട്ട് ലാസ്റ്റ്. When your faith seems tested, you should be governed by purpose. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് നശിച്ചു പോകും. ശ്രദ്ധിച്ചു നോക്കിയോ, ജീവിതത്തിൽ ഒത്തിരി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പിള്ളേർ, ഇൻ്റലിജൻ്റായിട്ട് അധികം വായിക്കൊന്നും വേണ്ട, പെട്ടെന്ന് ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. അവരൊരു 10ാം ക്ലാസ് വരെ
ചുമ്മാ ഇങ്ങനെ പോയി പഠിച്ചിട്ട്. പക്ഷേ 10ഉം 11ഉം ഒക്കെ ആകുമ്പോഴത്തേക്ക് യു ഹാവ് ടു വർക്ക് ഹാർഡ്. 10ാം ക്ലാസ്സിൽ റാങ്ക് വാങ്ങിച്ചിട്ടുള്ള പിള്ളേർ പിന്നെ താണു പോകുന്നത് കാണാം. കാരണം അതുവരെ അവരുടെ ബുദ്ധി ഉപയോഗിച്ചു. പക്ഷെ എന്ന് ഈ കൺസിസ്റ്റൻറ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഡിസിപ്ലിൻഡ് നേച്ചർ ഇല്ലാത്തതിനാൽ അവർക്ക് പിന്നെ കോളേജിൽ വരുമ്പോൾ പഠിക്കാൻ ഒക്കുന്നില്ല. അതേസമയം ഹാർഡ് വർക്ക് ചെയ്യുന്ന പിള്ളേർ കുത്തിയിരുന്ന് പഠിച്ച് അവരത് ജയമെടുക്കും. കാരണം സ്ലോ ആൻഡ് സ്റ്റഡി. അപ്പം വിജയത്തിന് നമ്മൾ കാണുന്ന മാനദണ്ഡമല്ല ദൈവത്തിൻ്റെ മുമ്പിൽ. നമ്മളെ ഏൽപ്പിച്ച ജോലിയിൽ വിശ്വസ്തത കാണിക്കുക. ഇപ്പം ജോസഫിൻ്റെ എക്സാമ്പിൾ ടിപ്പിക്കൽ എക്സാമ്പിൾ അല്ലേ. ജോസഫിന് ചന്ദ്രനും സൂര്യനും ഒക്കെ വന്ന് ഇവരെ ജോസഫിനെ മുമ്പിൽ മുട്ടുമടക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അപ്പനും അമ്മയാണെന്ന് അപ്പന് മനസ്സിലായി. അപ്പോൾ ഈ ജോസഫിനെ ഉടനെ ഒന്നും ഉന്നത പദവിയിൽ ഇരുത്തിയില്ല. ജയിലിൽ കൊണ്ടിട്ടു, പൊത്തിഫറിൻ്റെ അടുക്ക പോയി, പിന്നെ എവിടെയാണ് പൊട്ടക്കിണറ്റിലിട്ടു. ഓരോ സ്ഥലത്തും നമ്മൾ പറയുന്നുണ്ട് ജോസഫ് അനുസരണം പഠിക്കുന്നിടം വരെ അവൻ്റെ കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. എന്തിനാ? സ്വഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ക്യാരക്ടർ, യുവർ ക്യാരക്ടർ ഈസ് ബിൽറ്റ് on a consistent nature, showing yourselves daily. And the success is built slowly, deliberately and consistently. I will not be governed by emotion but with a purpose. അതായത് എൻ്റെ വികാരത്തിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്തു. അവനെന്നോട് ദേഷ്യപ്പെട്ടു, ഞാൻ ഇനി തൊട്ട് പള്ളിയിൽ പോകത്തില്ല. കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുടുംബയോഗം ഉണ്ടെങ്കിൽ നമ്മൾ പ്രായമുള്ളവരിലൊക്കെ ഈ കൊച്ചു പിള്ളേർ കാണുന്നതിലുള്ള പ്രത്യേക സ്വഭാവങ്ങൾ ഞാൻ കാണാറുണ്ട്. ഒരാൾ അന്യോന്യം അങ്ങോട്ട് സംസാരിക്കും, ഒരാളൊന്ന് ദേഷ്യപ്പെടുന്നിരിക്കും, ഇനി ഞാൻ അവരുടെ കൂടെ വരുന്നില്ല. അത്ര ബാലിശമായിട്ടല്ലേ ഒരു കുടുംബാംഗങ്ങൾ. കുടുംബം എന്ന് പറയുന്നത് ഇപ്പം വളരെ കുറച്ചാണ്, അംഗങ്ങൾ തീരെ കുറവാണ്. അവർ വരുമ്പോഴേ ആ സ്നേഹത്തിന് പകരം ഒരാളൊന്ന് ദേഷ്യപ്പെട്ടു, അതൊന്നും മറക്കാനോ ക്ഷമിക്കാനോ കഴിവില്ലാത്ത വണ്ണം നമ്മളെല്ലാം പഫപ്പ് ചെയ്തിരിക്കുകയാണ്. ഇല്ല ഈ ബലൂൺ വീർത്ത് കെട്ടിയിരിക്കുന്ന പോലെ. ബലൂൺ ഇങ്ങനെ വീർത്ത് കെട്ടിയാണ് എല്ലാവരും കയറി വരുന്നതെങ്കിൽ ഒരാളൊന്ന് സൂചി വെച്ചൊന്ന് കുത്തിയാൽ മതി, അത് പിന്നെ പൊട്ടും, പിന്നെ അവരെ കാണത്തുമില്ല. അങ്ങനെ പിള്ളേരെ വളർത്തി വെക്കല്ല. നമ്മൾ തന്നെ പ്രശ്നങ്ങൾ വരും, വിഷമങ്ങൾ വരും, അതിൻ്റെ നടുക്ക് ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും. പെട്ടെന്നൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ടാലൻറ്റ് ഓർ ലക്ക് ഓർ ടൈമിങ്, ഇറ്റ് ഈസ് വാട്ട് യു ഡു എവറി സിംഗിൾ ഡേ. Stay consistent long enough, you become the kind of person that success follows. അത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ വിശ്വസ്തയോടെ എന്നും ചെയ്യുമെന്ന് ഉറപ്പോടുകൂടെ ചെയ്യുക. അത് ചെറിയ ജോലി തൊട്ട് വലിയ ജോലി വരെ നമ്മളതിൽ വിശ്വസ്തത കാണിക്കണം. ഇപ്പോൾ ഈ ആസ്ട്രോനോട്ട്സ്, നമ്മൾ ഈ പിന്നെ മൂണിലൊക്കെ പോകുന്നവരൊക്കെ അവർ പോയിട്ട് ചിലപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നില്ലെന്നിരിക്കും. മാസങ്ങളോളം സ്പേസിൽ കഴിഞ്ഞവരുണ്ട്. അവരെ അത് ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിച്ച് വിടുന്നതിനാൽ അവരവിടെ നിൽക്കും. ഈ ആർടെമിസ് 2 എന്നൊക്കെ പറഞ്ഞ് ഇപ്രാവശ്യം പോയിട്ട് 4 പേര് പോയി തിരിച്ചു വന്നില്ലേ. അവരെന്താ അവരവിടെ പോയിട്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ തക്കവണ്ണം അവരുടെ എവറി മൂവ്മെൻറ്റ് വാസ് ട്രെയിൻഡ് ക്ലിയർലി. നമ്മുടെ ജീവിതത്തിൽ ചെറുതോ വലുതോ എന്നുള്ളതല്ല, ചെയ്യുന്ന ജോലിയിൽ സ്ഥിരതയും വിശ്വസ്തതയും പാലിച്ചാൽ നമ്മളെ ഏൽപ്പിച്ച ജോലിയിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ ദിവസവും ഞാൻ ചെയ്യേണ്ടതാണെങ്കിൽ അത് മടി കൂടാതെ, ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് നോ പറയുന്ന ക്യാരക്ടർ എങ്കിലും നോ ഐ വിൽ കോൺക്വർ ഇറ്റ് ദിനം പ്രതി. TD ജേക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാർ വിളിച്ച് പറഞ്ഞിട്ടില്ലേ, ഞാൻ വീണെന്നിരിക്കുക എന്നാലും ഞാൻ അവിടെ കിടക്കത്തില്ല, ഞാൻ ഉരുണ്ടാണേലും മുൻപോട്ട് പോകുമെന്ന്. നമ്മൾ കിടന്നിടക്കുന്നിടത്തുനിന്ന് ഉരുണ്ടാണെങ്കിലും മുൻപോട്ട് പോകാൻ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് പരിശുദ്ധാത്മാവാണ് തരുന്നത്. വീണാലും ഞാൻ നിലം പരിശാവുകയില്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് പെട്ടെന്നുള്ള വിക്ടറിക്ക് വേണ്ടി ആഗ്രഹിക്കാതെ നമ്മൾ വിശ്വസ്തയോട് ദൈവസന്നിധിയിലിരിക്കുക. വിജയം നിശ്ചയം, അവനത് തക്ക സമയത്ത് നമുക്ക് തരും. ദൈവം നമ്മളെയും നമ്മുടെ തലമുറകളെ ഉയർത്തുന്നുള്ളതിന് സംശയമില്ല. കാരണം സ്വർഗത്തിലിരിക്കുന്ന സകല മഹത്വവും നമുക്ക് തരാൻ കൂടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളും അവനുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനുമാണ് ദൈവം. അപ്പോൾ ഈ ക്യാരക്ടർ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിന്. ബാക്കിയുള്ളത് അവിടെയാണ് നമ്മുടെ അതിൻ്റെ മൂലക്കല്ല് ശരിയായില്ല എങ്കിൽ, ക്രിസ്തുവാകുന്ന മൂലക്കല്ലിലല്ല നമ്മൾ പണിയുന്നത് എങ്കിൽ ഭൂമിയെ കുറച്ച് നേടിയെന്നിരിക്കും, പക്ഷേ യു ആർ നോട്ട് ബ്രിങ്ങിങ് ഗ്ലോറി ടു ദ ലിവിങ് ഗോഡ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നാഥ, വിജയമെന്ന് പറയുന്നത് നമുക്കെല്ലാം ഇഷ്ടമാർത്താവേ, എന്നാലത് പെട്ടെന്നുള്ള വിജയത്തിന് വേണ്ടി ഞാൻ ഇപ്പം ജയിക്കാൻ വേണ്ടി എന്ത് അനീതിയും കാണിച്ച്
ചെയ്യുന്ന ഒരു തലമുറയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയല്ലല്ലോ വേദപുസ്തകം കാണിക്കുന്നത്. യോസഫിനെ ട്രെയിൻ ചെയ്തു, ജെറമ്യാവിനെ ട്രെയിൻ ചെയ്തു, മോശയെ ട്രെയിൻ ചെയ്തു. എത്ര വർഷം? 40 വർഷം. അബ്രഹാമിനെ ട്രെയിൻ ചെയ്തു. അതുപോലെ തന്നെ കർത്താവ് ജോഷുവായെ ട്രെയിൻ ചെയ്തു. ഓരോ വ്യക്തിയെ നോക്കുമ്പോഴും വേദപുസ്തകത്തിൽ ട്രെയിൻ ചെയ്ത് അപ്പച്ചൻ തന്നെ അവരെ പഠിപ്പിച്ചെടുത്തിട്ടാണ്. ക്രിസ്തു പോലും പിതാവിൻ്റെ സന്നിധിയിൽ ശിക്ഷണത്തിൻ്റെ ബേസിസിലാണ് കർത്താവ് ക്രൂശുമരണം ഏറ്റെടുത്തിട്ട് ക്രൂശോളം തന്നെത്താനെ താഴ്ത്തിയതിനാൽ സകല നാമത്തിനും മേലായ നാമം അവന് കൊടുത്തത്. സകല മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങും. യേശു ക്രിസ്തു കർത്താവെന്ന് എല്ലാവരും പറയും. ഇതൊക്കെ ഈ ഒരു യോഗ്യത കിട്ടിയത് എല്ലാ ദിവസവും പിതാവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ച് ബലപ്പെടുത്തി ഒരിക്കലും മാറാതെ നിന്നുകൊണ്ട് ഞങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവാകുന്ന മുന്തിരിയേൽ വള്ളികളായിട്ട് ഞങ്ങളെ ശാഖകളായിട്ട് നീ കെട്ടിവെച്ചിട്ട് കഴിഞ്ഞിരിക്കുക. അതിൽ നിന്ന് മാറിപ്പോകാൻ ഇനി ഒക്കത്തില്ല. കാട്ടൊലിവ് വൃക്ഷങ്ങളായിരുന്ന ഞങ്ങളെ നീയാകുന്ന നല്ല ഒലിവിലേക്ക് കെട്ടിവെച്ച് കഴിഞ്ഞ് ഇനി ഇതിലുണ്ടാകുന്ന ഫലങ്ങൾ നിലനിൽക്കുന്നതാണ്. അതുകണ്ട് ഞങ്ങൾ സന്തോഷിക്കുക തന്നെയല്ല, അന്നന്ന് അനുഭവിക്കാനുള്ള കൃപയും അനുഗ്രഹവും നീ തരുന്നുണ്ട്. അത് പ്രാപിച്ചെടുക്കാൻ ഞങ്ങൾ ഈ തോട്ടത്തിനകത്ത് കയറിയിരിക്കുക. ചിലർ നോക്കുമ്പോൾ ഈ തോട്ടത്തിനകത്ത് കയറി കഴിയുമ്പോൾ ചിലരൊക്കെ ഊഞ്ഞാലയിലിരുന്നുകൊണ്ട് നല്ലവണ്ണം അത് കർത്താവ് ആട്ടിക്കൊണ്ട് ചിലർ തന്നെത്താനെ ഒരു സൈഡിൽ മാറിയിരുന്ന് സന്തോഷിക്കുന്നതാണ്. ചിലർ തന്നെ വെള്ളത്തിൻ്റെ അടുക്കൽ പോയി ഇരിക്കുന്നത് കാണാം, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അടുക്കൽ. ഇതൊക്കെ ഈ ലോകത്തിൽ വെച്ച് തന്നെ നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് കാണാൻ തക്കമുള്ളൊരു സാവകാശം ഞങ്ങൾക്ക് തരണം. പെട്ടെന്നുള്ള വിജയത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കാതെ നിലനിൽക്കുന്ന വിജയത്തിന് വേണ്ടി ഞങ്ങളെ നീ ഒരുക്കുന്നതിന് നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങളുടെ തലമുറകളും നിലനിൽക്കുന്ന നന്മയിലേക്ക് സന്തോഷത്തിലേക്ക് കയറി വരാം. സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ കൊണ്ട് അവരെ നിറച്ചിട്ട് ക്രിസ്തുവാകുന്ന പാറയിൽ വീട് പണിയുവാൻ നീ അവരെ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.